കൃഷ്ണ? സിനിച്ചേച്ചി, അപകടമാണ്. പൂജയ്ക്കുള്ള സമയായി. കൃഷ്ണ ഇപ്പൊ എവിടെയാ? ഞാനും ഗാഥ മാഡവും കൃഷ്ണയെ തിരക്കി നടക്കുക. ഞാനേ ഇവിടെ പുറത്തുള്ള ഗോഡൌൺ പോലുള്ള ഒരു മുറിക്കകത്താ. എന്നെ ഉദയമാവൻ ഇവിടെ പൂട്ടിയിട്ടിരിക്ക. പൂട്ടിയിട്ടെന്നോ? ആ, ഇവിടെ ഒരേപോലെ രണ്ടാളുകളുണ്ടെന്ന് അമ്മാവന് സംശയം കേറിയിട്ടുണ്ട്. അത് തെളിയിക്കാൻ വേണ്ടിട്ടാ അമ്മാവൻ എന്നിവിടെ പൂട്ടിയിട്ടിരിക്കുന്നെ. ആ പിന്നെ അവര് വീട്ടിനകത്തേക്ക് വന്നിട്ടുണ്ട്. ഗാഥയെ കണ്ട പ്രശ്നമാവും കേട്ടോ. തന്നെ ഇങ്ങോട്ട്. നീ എവിടെയടി? നിന്നെ ഏൽപ്പിച്ച കാര്യങ്ങൾ നീയല്ലേ ചെയ്യേണ്ടത്? ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. പൂജയ്ക്കിരിക്കാനൊന്നേ എന്നെ കൊണ്ട് പറ്റില്ല. എവിടെയാണെങ്കിലും പെട്ടെന്ന് വരാൻ നോക്ക്. മോളെ, പൂജയ്ക്കുള്ള സമയായി. ആ സെറ്റ് സാരി എടുത്തുടുത്തിട്ട് പെട്ടെന്ന് വരാൻ നോക്ക്. ഇനിയിപ്പോ എന്ത് ചെയ്യും? തൽക്കാലം സുമിത്രാന്റി പറഞ്ഞതനുസരിക്കാം. ബാക്കിയൊക്കെ വരുന്നിടത്ത് വെച്ച് കാണും. ഞാൻ സെറ്റ് മുണ്ട് എവിടെ നിന്ന് നോക്കിയിട്ട് വരാം. ഈ പൂജാമുറിയില് എവിടെയാ സെറ്റും മുണ്ടും? ഡേ, അവളെ വിളിച്ച് ചോദിക്ക. ഗാഥ മാഡം, സത്യം പറഞ്ഞ നമ്മളിപ്പോ അപകടത്തിലാ. ആ ഉദയൻ എപ്പോ വേണമെങ്കിലും ഇങ്ങോട്ട് വരാം. അയാൾ എവിടെയോ കൃഷ്ണയെ പൂട്ടിയിട്ടിരിക്കുക. ഓ, ഈ നാശം പിടിച്ചവളെ എന്തിനാ അതിനകത്തൊക്കെ കേറി ചെല്ലുന്നത്? പിന്നെ ഗാഥയും കൂട്ടി നവീൻ വരുന്നത് കണ്ട ആ കുട്ടി എന്താ ചെയ്യാ? ഓക്കേ, സെറ്റും മുണ്ട് എവിടെയുള്ളെന്ന് അവളോട് ചോദിക്ക. എന്നാ ഇനി സംസാരിക്കാം. ഹലോ സിനിച്ചേച്ചി. കൃഷ്ണ, ഗാഥയുടെ സെറ്റ് മുണ്ട് എടുത്തു വന്ന് പൂജയ്ക്ക് പോകാൻ വേണ്ടി പറഞ്ഞിരിക്കുക. സെറ്റ് മുണ്ട് എവിടെ വെച്ചിരിക്കുന്നത്? അതാ ഞാൻ കൊടുത്തിരിക്കുന്നെ. നിങ്ങളൊരു കാര്യം ചെയ്യേ. അവിടുന്ന് ഞാൻ നേരത്തെ പറഞ്ഞ ബാക്ക് സൈഡിലുള്ള ഗോഡൌണിന്റെ അടുത്തേക്ക് വന്നാ മതി. സാരി ഞാൻ തരാം. നീ ഉടുത്ത സാരി ഞാൻ ഉടുത്തിറങ്ങാനോ? ഞാൻ ഇടുന്ന ഡ്രസ്സ് മറ്റാർക്കും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ഡിസൈൻ ചെയ്താ മമ്മി എനിക്ക് ഡ്രസ്സ് വാങ്ങിച്ചു തരുന്നത്. എന്നിട്ട് നീ ഉടുത്ത ചവറ് ഞാൻ ഉടുക്കണോ അല്ലേ? ഈ കുട്ടി എന്തൊക്കെയാ കാണിക്കുന്നേ? ചേച്ചി, എങ്ങനെങ്കിലും ആ ഉദയനമ്മാവന്റെ അടുത്തുനിന്ന് താക്കോല് സംഘടിപ്പിക്കണം. എന്നെ ഇതിനകത്ത് പൂട്ടിയിട്ട് എല്ലാവരെയും കാണിക്കാനുള്ള ഒരുക്ക. അതെ, നീ കൂടുതൽ പ്ലാൻ ഒന്നും പറയണ്ട. ആ സാരിങ് തരാൻ നോക്ക്. ഇതങ്ങ് കൊടുത്തൂടെ? ഞാനുടുത്ത സാരി ഉടുക്കില്ലെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ എന്താ സംഭവിച്ചേ? അതിനെയാണ് കർമ്മഫലം എന്ന് പറയുന്നത്. കൃഷ്ണയുടെ ഡ്രസ്സ് നിലത്തിട്ട് ചവിട്ടിയതല്ല, അതിന്റെ ഫലം ഈശ്വരൻ തന്നതാ. എന്റെ ഡ്രസ്സ് നിലത്തിട്ട് ചവിട്ടിയോ? ഏത് ഡ്രസ്സ്? ചോദിച്ചത് കേട്ടില്ലേ? അത് മുറിയിലിരുന്ന ധാവണി ഒരു നീല കളറുള്ള. ഓ, അത് ശരി. അതേതാണെന്നറിയോ ഡ്രസ്സ്? അമ്മ കഷ്ടപ്പെട്ട് കയറി പിടിച്ച് രാവും പകലില്ലാതെ വേർത്ത് എന്റെ അമ്മ എനിക്ക് വാങ്ങി തന്നതാ. അതിവള് നിലത്തിട്ട് ചവിട്ടിയെങ്കിലേ ഞാൻ ഉടുത്ത ഡ്രസ്സ് ഇവള് ധരിക്കണ്ട. വേണ്ടെങ്കി വേണ്ട, എനിക്കെന്താ? എന്താ ഗാഥമാടി പറയുന്നത്? ഈ കള്ളം കണ്ടുപിടിച്ചു കഴിഞ്ഞാ കൃഷ്ണയ്ക്ക് എന്തെങ്കിലും സംഭവിക്കാനുണ്ടോ? നഷ്ടം മുഴുവൻ ഗാഥമേടത്തിനല്ലേ? അവള് ഡ്രസ്സ് തരില്ല എന്ന് പറഞ്ഞാ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ?
എന്റെ ഡ്രസ്സ് നിലത്തിട്ട് ചവിട്ടിയതിന് മാപ്പ് പറയുകയാണെങ്കിൽ ഞാൻ ഈ ഡ്രസ്സ് തരാം. ആ? What? കൃഷ്ണ, എനിക്ക് എത്ര വേദനയുള്ള കാര്യം എന്നറിയോ? മാപ്പ് പറയാതെ ഞാൻ സമ്മതിക്കില്ല. ഗാഥ മാഡം ചെയ്തത് തെറ്റല്ലേ? മാപ്പ് പറഞ്ഞേക്ക്. ഗാഥ മാഡം ആലോചിക്കാൻ സമയമില്ല. പൂജയ്ക്ക് ഉടനെ ചെന്നില്ലെങ്കിൽ ഈ നിമിഷം അന്വേഷണം തുടങ്ങും. എല്ലാം ഇന്നത്തോടെ അവസാനിക്കുകയും ചെയ്യും. സോറി. എന്താ? നിന്റെ ഡ്രസ്സ് നിലത്തിട്ട് ചവിട്ടിയതിന് സോറി. അങ്ങനെ വഴിക്ക് വാ. എന്റെ അമ്മേ വലിയ പണക്കാരിയൊന്നുമല്ല. എനിക്ക് മാത്രമായിട്ട് ഡ്രസ് ഉണ്ടാക്കി തരാൻ അമ്മയുടെ കയ്യിൽ പണവുമില്ല. ഇതെന്തിനാമേ? എടി, ഇതിനകത്തേക്കല്ലേ നമ്മൾ ചൂടുപാൽ ഒഴിക്കുന്നത്. അതല്ലേ അവളുടെ തലയിലേക്ക് വീഴേണ്ടത്. എടുക്കുന്നവരുടെ കൈ പൊള്ളിക്കഴിഞ്ഞാ അപ്പൊ സംശയാവില്ലേ? ആ അങ്ങനെ. ആ കിട്ടി. നീ ആ പാത്രത്തിൽ കൈ പിടിച്ചേ. വാ, നടക്ക്. വാ.